എല്ലാ ദുരന്തങ്ങളും സർക്കാരിനും മുഖ്യമന്ത്രിക്കുമുള്ള PR ആക്കി മാറ്റുകയായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഇടതുപക്ഷ സർക്കാർ. എന്നാൽ ഇത്തവണത്തെ ഉരുൾപൊട്ടൽ മുഹമ്മദ് റിയാസിന് സൂപ്പർ മുഖ്യമന്ത്രിയാകാനുള്ള അവസരം നൽകുക കൂടിയാണ്. മന്ത്രിയുടെ PR ദുരന്ത നിവാരണ ചട്ടങ്ങൾ ലംഘിച്ചാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. മുഹമ്മദ് റിയാസ് സൂപ്പർ മുഖ്യമന്ത്രി പദവിയിലേക്ക് മാറുന്നുണ്ടോ എന്ന സംശയം ജനങ്ങളേവരും പങ്കുവയ്ക്കുന്നു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ലംഘിച്ച് മുഖ്യമന്ത്രി വയനാട് ദുരിതത്തിന്റെ മേൽനോട്ട ചുമതല മുഹമ്മദ് റിയാസ് അടങ്ങുന്ന മന്ത്രിസഭാ ഉപസമിതിക്കാണ് കൈമാറിയത്. റിയാസിനെ കൂടാതെ AK ശശീന്ദ്രൻ, OR കേളു, K രാജൻ എന്നിവരാണ് മന്ത്രിസഭാ ഉപസമിതിയിലുള്ളവർ. ദുരന്തമുഖത്ത് മറ്റു മന്ത്രിമാരെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് സൂപ്പർ മുഖ്യമന്ത്രി ചമയാനുള്ള അവസരം മുഹമ്മദ് റിയാസിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. വൈറ്റ് ഗാർഡിന്റെ ഭക്ഷണശാല പൂട്ടിച്ചതിന്റെ അടക്കമുള്ള കാര്യങ്ങളിലെ ബുദ്ധികേന്ദ്രവും മുഹമ്മദ് റിയാസ് തന്നെ. ഒരു വശത്ത് വൈറ്റ് ഗാർഡിന്റെ ഭക്ഷണശാല പൂട്ടുകയും മറുവശത്ത് ചാനലുകളിലും മറ്റും വന്ന് മുഹമ്മദ് റിയാസ് സൂപ്പർ മുഖ്യമന്ത്രി ചമയുകയും ചെയ്യുന്നു. റിയാസിന്റെ ഡിസാസ്റ്റർ PR വേണ്ട എന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം തുറന്നു പറയുകയും ചെയ്തു. തലസ്ഥാനത്താണെങ്കിൽ ചട്ടങ്ങൾ ലംഘിച്ച് ഓരോ ദിവസവും ഓരോ ഓർഡറുകളും ഇറക്കുകയായിരുന്നു. ശാസ്ത്രജ്ഞന്മാരെ ദുരന്തമുഖത്ത് വിലക്കി കുപ്രസിദ്ധിയാർജിച്ച സർക്കുലർ ഉടമ ടിങ്കു ബിസ്വാളിനെ കൊണ്ട് പുതിയ ഒരു പ്രൊസീഡിംഗും ഇറക്കിക്കഴിഞ്ഞു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ വയനാട് ജില്ലാ കളക്ടറെ പൂർണ്ണമായി ഒഴിവാക്കി 2 സീനിയർ IPS ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ നൽകിയത് പുതിയ ഉത്തരവിലൂടെ തിരുത്തിയിട്ടുണ്ട്. എന്നാലും അപ്രതീക്ഷിതമായ പല അഴിച്ചുപണികളുമാണ് ഇപ്പോൾ സംസ്ഥാന തലത്തിൽ നടത്തുന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ദുരന്തങ്ങളെ സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെ പ്രതികരിക്കണം, ആരെല്ലാം എന്തെല്ലാം ചെയ്യാൻ ഉത്തരവാദിത്തമുണ്ട് എന്നൊക്കെ വ്യക്തമാക്കിക്കൊണ്ടുള്ള വിശദമായ നടപടിക്രമങ്ങൾ സർക്കാർ ഉത്തരവായി നിലവിൽ തന്നെയുണ്ട്. സംസ്ഥാനത്തെ ദുരന്തങ്ങളെ കൈകാര്യം ചെയ്യുന്ന നിലവിലെ സംവിധാനങ്ങളെ അടിമുടി മാറ്റിക്കൊണ്ടുള്ള ഒരു പുതിയ ഉത്തരവും 4-ാം തീയതി ഇറങ്ങിക്കഴിഞ്ഞു. ദുരന്ത നിവാരണ നിയമപ്രകാരം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഓറഞ്ച് ബുക്കിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായാണ് പുതിയ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി അധ്യക്ഷനായ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ റവന്യൂ മന്ത്രിയും കൃഷി വകുപ്പ് മന്ത്രിയും മാത്രമാണ് രാഷ്ട്രീയക്കാരായുള്ളത്. തൊട്ടുതാഴെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ജില്ലാ കളക്ടർ അധ്യക്ഷനായ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുമുണ്ട്. ദുരന്തമുഖത്ത് പക്ഷപാതമില്ലാതെയും സുതാര്യതയും വേഗതയും ഉറപ്പുവരുത്താൻ വേണ്ടി കീഴ്ഘടകങ്ങളൊന്നിലും രാഷ്ട്രീയക്കാർക്കും തെരഞ്ഞെടുക്കപ്പെടുന്നവർക്കും പ്രാതിനിധ്യവും ഇല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെ തന്നെയാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റും. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ട സംവിധാനങ്ങൾ തന്നെയാണ്. എന്നാൽ ഒരു സർക്കാർ ഉത്തരവിലൂടെ സ്ഥാപിച്ച കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനമാണ് ഇപ്പോൾ എടുത്തു മാറ്റിയിരിക്കുന്നത്. റിയാസിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ ഉപസമിതിക്ക് ദുരന്ത നിവാരണ നിയമപ്രകാരം അധികാരങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും പുതിയ ഉത്തരവിന്റെ മറവിൽ അതിലേക്ക് ഇടിച്ചു കയറാനും കൈകടത്തലുകൾ നടത്താനും കഴിയും. ഓറഞ്ച് ബുക്കിലോ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിലോ ഇല്ലാത്ത ഒരു GST കമ്മീഷണറെ സ്റ്റേറ്റ് ഡെപ്യൂട്ടി ഇൻസിഡന്റ് കമാൻഡറായി നിയോഗിച്ചിട്ടുമുണ്ട്. ദുരന്ത നിവാരണത്തിൽ ഇതര വകുപ്പുകളെ അപേക്ഷിച്ച് GST വകുപ്പിന് എന്താണ് പ്രസക്തി എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എക്സാലോജിക് മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകളും മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായി വീണയ്ക്ക് നേരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടിയായി GST വകുപ്പ് അനുകൂലമായ റിപ്പോർട്ട് നൽകിയിരുന്നു. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ മറ്റു സെക്രട്ടറിമാർ അടങ്ങുന്ന സമിതി GST കമ്മീഷണർക്ക് വേണ്ട പിന്തുണയും സഹായങ്ങളും നൽകണമെന്നുമൊക്കെയാണ് ഇപ്പോഴത്തെ വിചിത്രമായ ഉത്തരവിൽ പറയുന്നത്. ഏതായാലും ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറിക്ക് ഇത്തരത്തിൽ ഒരു ഓഫീസ് പ്രൊസീഡിങ്ങിലൂടെ നിയമങ്ങളെയും ചട്ടങ്ങളെയും സർക്കാർ ഉത്തരവുകളെയും മറികടന്ന് പുതിയ സംവിധാനം ഒരുക്കാൻ സാധിക്കുമോ എന്ന സംശയവും ഇപ്പോൾ ഉയരുന്നു. കേരള സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിലൂടെ തന്നെ കേരളം കടന്നുപോകുന്ന ഈ അവസരത്തിൽ ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യാൻ പരിശീലനം ലഭിച്ചിട്ടുള്ളവരെ മാറ്റി നിർത്തി റിയാസിന് പ്രാമുഖ്യം നൽകുന്ന പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നത് റിയാസിനെ അടുത്ത മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ആദ്യപടിയായി തന്നെ വേണം കരുതാൻ. ഏതായാലും പിണറായി വിജയന്റെ മരുമകൻ സൂപ്പർ മുഖ്യമന്ത്രി ചമഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് വ്യക്തമാകുന്നു. അതിന് പിണറായി വിജയന്റെ അനുവാദവും ആശീർവാദവും ഉണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാം മകളെ നിനക്ക് വേണ്ടി എന്ന വാചകം ആവർത്തിച്ചാൽ വീണയ്ക്കും റിയാസിനും വേണ്ടിയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ജീവിക്കുന്നത് തന്നെ, എല്ലാം ചെയ്യുന്നത് തന്നെ, രാഷ്ട്രീയം കൊണ്ടു നടക്കുന്നത് തന്നെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.